അറേബ്യൻ മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വിജനതയിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവകൽപ്പനയാൽ തൻ്റെ ഭാര്യ ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ ഉമ്മയുടെ കയ്യിൽ ഒരു തോൽപാത്രം വെള്ളവും ഒരു സഞ്ചി കാരക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കടന്നുപോയി. വെള്ളം വറ്റി, കാരക്കയും തീർന്നു. ക്രൂരമായ ദാഹം ആ മാതൃഹൃദയത്തെ പിടിച്ചുലച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം വിശന്നും ദാഹിച്ചും നിലത്ത് കിടന്ന് പിടയുന്നത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞിൻ്റെ വേദനയിൽ നിന്ന് ഒരൽപ്പം ആശ്വാസം തേടി അവർ അടുത്തുള്ള സഫാ കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി. മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു യാത്രാ സംഘത്തെയോ ഒരിറ്റ് വെള്ളത്തെയോ കാണാൻ കഴിയുമോ എന്ന ഒരമ്മയുടെ അവസാന പ്രതീക്ഷയായിരുന്നു ആ ഓട്ടത്തിന് പിന്നിൽ. ഒന്നും കാണാതെ നിരാശയായി അവർ തിരിച്ചിറങ്ങി. വീണ്ടും മർവാ കുന്നിലേക്ക് ഓടിക്കയറി. അവിടെയും നിരാശ. ദാഹിച്ചു കരയുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാനും വീണ്ടും പ്രതീക്ഷയോടെ അടുത്ത കുന്നിലേക്ക് ഓടാനും അവർ നിർബന്ധിതയായി. ഒരു നിമിഷം പോലും വൈകാതെ, സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അവർ ആ 2 കുന്നുകൾക്കിടയിൽ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതൊരു ജീവന് വേണ്ടിയുള്ള മരണം മുന്നിൽ കണ്ടിട്ടും തളരാത്ത ഒരു ഉമ്മയുടെ നെട്ടോട്ടമായിരുന്നു. വിശ്വാസത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ഓട്ടം. 7ാമത്തെ ഓട്ടത്തിനൊടുവിൽ മർവായിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് അവർ കുഞ്ഞിൻ്റെ അടുത്തേക്ക് മടങ്ങി. അവിടെ അത്ഭുതകരമായി ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിൻ്റെ കാൽപാദം തട്ടിയ സ്ഥലത്ത് പരിശുദ്ധമായൊരു നീരുറവ പൊട്ടിയൊഴുകുന്നു. പ്രപഞ്ചനാഥൻ ആ ഉമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തിനും പരിശ്രമത്തിനും പകരം നൽകിയ അത്ഭുതമായിരുന്നു അത്. അവർ തിടുക്കത്തിൽ വെള്ളത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് നിർത്തുക നിർത്തുക എന്നർത്ഥം വരുന്ന സംസം സംസം എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ലോകം മുഴുവൻ ഇന്ന് തീർത്ഥാടകർക്ക് ദാഹമകറ്റുന്ന സംസം ഉറവയുടെ ജനനം. ഒരമ്മയുടെ നിസ്സഹായതയിൽ നിന്ന് ഉയർന്നു വന്ന ആ പരിശ്രമം, ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഇന്നും ഓർമ്മയും പ്രചോദനവുമാണ്. സഫാ മറുവ കുന്നുകൾക്കിടയിൽ ഹാജറ ബീവി നടത്തിയ ആ ഓട്ടം ഹജ്ജ് ഉംറ തീർത്ഥാടനങ്ങളുടെ ഒരു പ്രധാന കർമ്മമായി നിലനിൽക്കുന്നു. ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിക്കണമെന്നും അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കണമെന്നും ആ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.